Welcome to ABC Vlogs. Please like, share and subscribe. പ്രിയമുള്ളവരെ, സ്നേഹമെന്ന് പറയുന്നത് അനന്തമായ ഒരു സാഗരമാണ്. നമ്മളെ എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന അനന്തമായ ഒരു സാഗരം. നമ്മളറിയാതെ തന്നെ നീന്തിത്തുടിക്കുവാൻ ആഗ്രഹിക്കുന്ന അതിവിശാലമായ ഒരു സാഗരം. പക്ഷേ ആ സാഗരത്തിൻ്റെ ആകർഷണീയത കണ്ട് നമ്മൾ അതിലേക്ക് എടുത്തു ചാടും മുമ്പേ നാം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. മുത്തും പവിഴവും വൈഡൂര്യവും എല്ലാം ഒളിപ്പിച്ചു വെച്ച ആ സാഗരത്തിൽ നമ്മെ ചതിക്കാനിരിക്കുന്ന, നമ്മെ അകപ്പെടുത്താനിരിക്കുന്ന, നമ്മെ വിഴുങ്ങാനിരിക്കുന്ന ഒട്ടനവധി കൊലയാളി തിമിംഗലങ്ങളും സ്രാവുകളും മറ്റു ക്ഷുദ്രജീവികളും ഉണ്ട് എന്ന വസ്തുത കൂടി നമ്മൾ ഓർക്കണം. സ്നേഹത്തിൻ്റെ നിർവചനം പ്രയാസമാണെങ്കിലും സ്നേഹത്തിൻ്റെ അർത്ഥാന്തരങ്ങൾ നമുക്ക് വായിക്കാവുന്നതിലും അപ്പുറമാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, മകനും അമ്മയും തമ്മിലുള്ള സ്നേഹം, കാമുകിയും കാമുകനും തമ്മിലുള്ള സ്നേഹം, ഇങ്ങനെ സ്നേഹം പല വിധത്തിൽ പല വഴിക്ക് കുതിച്ചോടുന്നു. സ്നേഹം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിച്ച് അതിൻ്റെ യഥാർത്ഥ തലങ്ങൾ കണ്ടുപിടിച്ച് വേണം അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം? എനിക്ക് എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്നത്? ഞാൻ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഗുരു ഒന്നും പറഞ്ഞില്ല. ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അദ്ദേഹം അവനെ അടുത്തേക്ക് വിളിച്ചു. നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം, നീ എൻ്റെ കൂടെ വരും. അദ്ദേഹം അവനെ പുറത്തേക്ക് കൊണ്ടുപോയി വിശാലമായ ഒരു ഗോതമ്പ് പാടം ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അതാ ആ ഗോതമ്പ് പാടത്തിലുണ്ട് നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം, പോയി തേടിപ്പിടിച്ച് കൊണ്ടുവരിക. ഗുരു പറഞ്ഞു, നീ ആ ഗോതമ്പ് പാടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അവിടെ നിന്നും ഏറ്റവും വലിയ ഒരു ഗോതമ്പ് കതിർ പറിച്ച് എനിക്ക് കൊണ്ടുതരണം. ഏറ്റവും വലിയ ഗോതമ്പ് മണി എനിക്ക് കൊണ്ടു തന്നാൽ നിൻ്റെ ഉത്തരം നിനക്ക് കിട്ടും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, നീ പോയ വഴിയിൽ ഒരിക്കലും തിരികെ നടക്കാൻ പാടില്ല, മുന്നോട്ട് തന്നെ പോവുക. ഇതാണ് എൻ്റെ നിബന്ധന. ശിഷ്യൻ ഗോതമ്പ് പാടത്തേക്ക് ഇറങ്ങി. വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് കതിരുകൾക്കിടയിൽ നിന്നും ഏറ്റവും വലുത് കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല. അവൻ കണക്ക് കൂട്ടി. അവൻ ആദ്യത്തെ വരിയിലൂടെ പതുക്കെ നടന്നു. ഒരു വലിയ ഗോതമ്പ് കതിർ കണ്ടു. അത് ഒടിച്ചെടുക്കാൻ നോക്കിയപ്പോൾ തൊട്ടടുത്ത വരിയിൽ അതാ വേറൊരെണ്ണം നിൽക്കുന്നു. അവൻ പതുക്കെ അടുത്ത വരിയിലേക്ക് സാവധാനം നീങ്ങി. അപ്പോൾ അവൻ ചിന്തിച്ചു, ഇനി ഇതിലും വലുത് തൊട്ടടുത്ത വരിയിലുണ്ടെങ്കിലോ? അതായിരിക്കില്ലേ ഗുരുവിന് കൊടുക്കാൻ പറ്റിയ സമ്മാനം? അങ്ങനെ അവൻ ഓരോ വരിയിലും കയറി ഇറങ്ങി ഗോതമ്പ് മണികൾ പരിശോധിച്ചു. പക്ഷേ നിരാശയായിരുന്നു ഫലം. തൊട്ടടുത്ത വരികളിലൊന്നും അവന് ആ ഗോതമ്പ് കതിർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏറ്റവും വലിയ ഗോതമ്പ് മണികൾ കണ്ടെത്താൻ നടന്ന അവൻ നിരാശനായി. ഗുരുവിൻ്റെ നിബന്ധന പ്രകാരം തിരികെ നടക്കാനും പറ്റില്ലല്ലോ. നിരാശനായ അവൻ പതുക്കെ തല താഴ്ത്തി ഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗുരു ചോദിച്ചു, എവിടെ ഏറ്റവും വലിയ ഗോതമ്പ് കതിർ? അവൻ നിരാശയോടുകൂടി പറഞ്ഞു, ഗുരു, ഞാൻ വലുത് തേടി ചെന്ന് എനിക്ക് അവസാനം നിരാശയായിരുന്നു ഫലം. എനിക്ക് ഗോതമ്പ് കതിർ കണ്ടെത്താനായില്ല. അപ്പോൾ ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. നിനക്ക് കിട്ടുന്ന സ്നേഹം കൊണ്ട് നീ തൃപ്തിപ്പെടുക. നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിന്ന് കിട്ടുന്ന സ്നേഹമാണ് നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്നേഹം. അതിനപ്പുറത്തേക്ക് മറ്റു സ്നേഹങ്ങൾ ഒന്നും തന്നെയില്ല. നീ നിന്റെ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുക. മാതാവിനെയും പിതാവിനെയും ദൈവതുല്യരായി കാണുക. അവരുടെ സ്നേഹത്തിന് വില കൽപ്പിക്കുക. മറ്റ് വലിയ വലിയ സ്നേഹബന്ധങ്ങൾ തേടിപ്പോകുമ്പോഴാണ് നീ അഗാധമായ പടുകുഴിയിലേക്ക് വീഴാൻ പോകുന്നത്. അതുകൊണ്ട് നീ നിൻ്റെ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുക. അവരുടെ സ്നേഹമാണ് ഏറ്റവും വലുതെന്ന തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക. പ്രിയമുള്ളവരെ, സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹമാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലുത്. ആ സ്നേഹത്തിന് വില കൽപ്പിക്കുക, ആ സ്നേഹത്തിന് മൂല്യം കൽപ്പിക്കുക, ആ സ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. ശുഭദിനം.